സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ അക്രമാസക്തമായ രീതിയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പേരാമ്പ്ര ടൗണിൽ നേരത്തെ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺഗ്രസ് അക്രമത്തിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന് കൈക്ക് പരുക്കേറ്റിരുന്നു. അതിന്റെ ഭാഗമായി പിന്നീട് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നു. തികച്ചും ആസൂത്രിതമായി സംഘർഷം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ സെക്രട്ടറിയേറ്റിന്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങളുമായി കമലേഷ് ചേർന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കമലേഷ്, ഇപ്പോഴും പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. തികച്ചും സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇപ്പോഴും പ്രതിഷേധം ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റോഡിൽ തുടരുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ട്, റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വലിയ നിലയിൽ ഒരു അക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റിടങ്ങളിലെല്ലാം വിവിധയിടങ്ങളിൽ ഈ തരത്തിലുള്ള മാർച്ച് നടക്കുന്നുണ്ട്, പ്രതിഷേധ മാർച്ച്. അവയെല്ലാം അക്രമത്തിൽ കലാശിക്കുന്ന സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരത്തും സമാനമായ നിലയിൽ തന്നെ, അതായത് മാർച്ച് ഈ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിനോട് അടുക്കുമ്പോൾ തന്നെ മുന്നിൽ പോലീസുകാർ ഉണ്ടായിരുന്നു. നേരെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് എന്ന് പറഞ്ഞാൽ പോലും പോലീസിന് നേർക്കാണ് ഈ മാർച്ച് വന്നിട്ടുള്ളത്. വന്ന ഘട്ടത്തിൽ തന്നെ വടി, കയ്യിൽ കരുതിയിരുന്ന വടി ഉൾപ്പെടെ ഉപയോഗിച്ച് പോലീസിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിനെ ചവിട്ടുകയും വലിച്ചിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വലിയ നിലയിൽ വനിതാ പോലീസുകാർക്ക് നേരെ ഉൾപ്പെടെ ഈ അതിക്രമം തുടർന്നതോടുകൂടിയാണ് പോലീസിന് ലാത്തി വീശേണ്ടി വന്നത്. ഒരൊറ്റ തവണ മാത്രമാണ് ഈ ലാത്തി വീശിയിട്ടുള്ളത്. അതോടുകൂടി പ്രവർത്തകർ പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട്, ഇപ്പോൾ വാഹനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത്. ശ്രീനിധി, കമലേഷ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടും സമാനമായ സംഭവം തന്നെയാണ്. കോഴിക്കോടും ഇത്തരത്തിൽ റോഡ് തടഞ്ഞുകൊണ്ട്, റോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ UDF പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. തികച്ചും ആസൂത്രിതമായി, അക്രമാസക്തമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നേരത്തെ V വസീഫ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ആ ക്യാമ്പസുകളിലൊക്കെ, ഇലക്ഷൻ നടന്ന ക്യാമ്പസുകളിലൊക്കെ SFIയുടെ വലിയൊരു തേരോട്ടം തന്നെയാണ് കാണാൻ സാധിച്ചത്. SFIക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. KSU ഭരിച്ച, KSUവിന്റെ ആധിപത്യമുള്ള കോളേജുകൾ പോലും SFI തിരിച്ചുപിടിക്കുന്നു. SFI ആ ഭരണം തിരിച്ചുപിടിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ കോഴിക്കോട് ഈ SFIയുടെ ഒരു വിജയത്തിലൊക്കെ വിരളി പൂണ്ടാണ് കോൺഗ്രസിൽ ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടത് എന്നാണ് നേരത്തെ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം ഇത്തരത്തിലൊരു അക്രമാസക്തമായ സമരത്തിനു കാരണം. സംസ്ഥാനത്തുടനീളം നേരത്തെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ന്യായ സമാധാനപരമായിട്ടാണ് സമരത്തിന് വന്നത്. ഞങ്ങൾക്ക് നേരെ ക്രൂരമായ പോലീസ് ആക്രമണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സഹപ്രവർത്തകനെ അനീസിന്റെ തലയ്ക്ക് അടിയിട്ടിട്ടുണ്ട്. അരുണടക്കമുള്ള സഹപ്രവർത്തകരെ ക്രൂരമായിട്ടാണ് പോലീസ് ഇവിടെ പോലും നേരിട്ടത്. ഇവിടെ വ്യക്തമായ ഒരു അജണ്ടയോട് കൂടിയാണ് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പോലീസ് പ്രവർത്തിക്കുന്നത്. ശബരിമല വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടുന്നതിന് വേണ്ടി ബോധപൂർവം പോലീസ് ആ പണി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ ഹൈക്കോടതി പോലും പലതവണ പറഞ്ഞു ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്, ദേവസ്വം മന്ത്രിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ കാലഘട്ടത്തിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കമെന്നുള്ള ഒരു തർക്കമില്ല. ഷാഫി പറമ്പിലെ തൊട്ട പോലീസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ UDF പ്രവർത്തകർ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു. സംഘർഷം രൂക്ഷമാകുന്നു. പോലീസുകാർക്കെതിരെ അവർ വിവിധ തരത്തിലുള്ള വടിയും കല്ലേറും പ്രയോഗിക്കുന്നു. തികച്ചും അക്രമാസക്തമായ രീതിയിൽ തന്നെയാണ് പോലീസുകാർക്കെതിരെ ഇവർ പ്രതിഷേധം നടത്തുന്നത്. വനിതാ പോലീസുകാരെ പോലും കയ്യേറ്റം ചെയ്ത ദൃശ്യങ്ങളാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് നമ്മൾ കണ്ടത്.